നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ലിംഗായത്ത് സമുദായത്തിൻ്റെ പൂർണ്ണ പിന്തുണ നേടാനുള്ള ശ്രമം നമുക്കറിയാം. യെദ്യൂരപ്പയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന് BJP ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ വൊക്കലിംഗ, അതാണ് HD കുമാരസ്വാമിയിലേക്ക്. അപ്പോൾ ഈ വൊക്കലിംഗ ലിംഗായത്ത് ഈ രണ്ട് സമുദായങ്ങളുടെ പിന്തുണ പൂർണ്ണമാക്കിയെടുക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോ ക്ലിപ്പുകൾ വലിയ വിഷയമായി വരില്ല എന്നാണോ? അതോ ധാർമ്മികമായി BJPയെ ഒരു പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്നാണ് LK അദ്വാനി എല്ലാ കാലഘട്ടത്തിലും വിശേഷിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് അതിനെ ആ നിലയിൽ വാഷിംഗ് മെഷീനാക്കി മാറ്റി കോൺഗ്രസ്. ഏതായാലും ധാർമ്മികമായി ഇപ്പോൾ കർണാടകത്തിലെ 3-ാം ഘട്ടം മാത്രമല്ലല്ലോ, 7 ഘട്ടം തെരഞ്ഞെടുപ്പുണ്ട്. ആ 7 ഘട്ടം തെരഞ്ഞെടുപ്പിൽ ഇന്ന് പ്രധാനമന്ത്രി എല്ലാ 3-ാം ഘട്ട സ്ഥാനാർത്ഥികൾ മുതൽ അങ്ങോട്ടുള്ളവർക്ക് പുതിയ കത്തെഴുതിയ ദിവസമാണ്. അപ്പോൾ ഈ ധാർമ്മികത ഇത് ഒരു വലിയ വിഷയമാക്കി പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കാനിടയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളത് കൊണ്ട് തന്നെയും ഇയാളെ പ്രജ്വലിനെ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും ഒക്കെ BJP ഏറ്റെടുക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും BJPക്ക് ധാർമ്മികമായിട്ട് ഇതിൽ ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞുകൂടാ. അവിടെയുള്ള ലോക്കൽ BJP നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിനെ അറിയിച്ചതാണ് അലൈ ആയിട്ടുള്ള കക്ഷിയുടെ കാൻഡിഡേറ്റ് സെലക്ഷനിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞു മാറാൻ പറ്റുന്നതല്ല. അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി അല്ല പ്രജ്വൽ രേവണ്ണ. ഇത് മാത്രമല്ല, ഈ വീഡിയോയുടെ കാര്യം മാത്രമല്ല ധാർമ്മികമായിട്ടുള്ളത്. പ്രജ്വൽ രേവണ്ണ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ട ആളാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹം 2019 ജയിച്ചിട്ടുണ്ടെങ്കിലും കർണാടക ഹൈക്കോടതി അദ്ദേഹം തെറ്റായിട്ടുള്ള സ്വത്ത് വിവരം നൽകിയത് കൊണ്ട് സീറ്റിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഡിസ്ക്വാളിഫൈ ചെയ്തു. എന്നിട്ട് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി ആ ഡിസ്ക്വാളിഫിക്കേഷന് സ്റ്റേ കൊടുത്തു. അങ്ങനെയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ സ്റ്റേ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ അച്ഛനും അതുപോലെ ഒരാളാണ്. അച്ഛനും അതുപോലെ ധാർമ്മികമായിട്ട് ഒട്ടും ഒരു കൊള്ളാവുന്ന ഒരാളല്ല. അദ്ദേഹം തന്റെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ തന്നെ വിശേഷിപ്പിച്ചത് താനൊരു ഡെയിലി വേജ് ലേബറർ ആണെന്നാണ്. വരുമാനം 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ളതാണ് അച്ഛന്റെയും മകന്റെയും ധാർമ്മികത. പക്ഷെ ഈ ധാർമ്മികതയല്ല എങ്ങനെ ഇലക്ഷനിൽ പ്രതിഫലിപ്പിക്കുമെന്ന് അതിന്റെ കോൺസിക്വൻസ് ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ള പല ധാർമ്മികതകളും കർണാടകത്തിലെ ഇലക്ഷനുകളിൽ ഫലമില്ലാതെ വന്നിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള സ്ലീസ് വീഡിയോകൾ തന്നെ പലരും അതുകൊണ്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അവരാരും പിന്നെ പൊളിറ്റിക്സിൽ അത് വേണ്ടത്ര ഡാമേജ് ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റില്ല. 2 വർഷം മുമ്പാണ് രമേശ് ജാർക്കിഹോളി അദ്ദേഹത്തെ ഇതുപോലൊരു സ്ലീസ് വീഡിയോയുമായിട്ട് പിടിച്ചതാണ്. ഒരു 6 മാസത്തേക്ക് രാഷ്ട്രീയത്തിൽ മാറിയിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. അതിനു മുമ്പ് 2019 തന്നെ 6 മന്ത്രിമാര് സ്ലീസ് വീഡിയോയുടെ പ്രശ്നം ഉണ്ടായി. അവരിതുപോലെ ഇഞ്ചക്ഷൻ കൊടുത്താൽ ഇഞ്ചക്ഷനായിട്ട് നിൽക്കുകയാണ്. ആ വീഡിയോകൾ ഇതുവരെ ആരും കണ്ടിട്ടില്ല. അവരിൽ ഒരാൾ ഇപ്പോൾ ചിക്കബല്ലാപൂർ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സുധാകർ ആണ്. അതേപോലെ ഇത് വേറെയും നടന്നിട്ടുണ്ട്. 2016 ആണെന്നു ബേട്ടി എന്നൊരു മന്ത്രി, അദ്ദേഹം ഇതുപോലെ സ്ലീസ് വീഡിയോയോ ഇപ്പൊ MLA ആണ്. അതേപോലെ തന്നെ പിന്നെയും പല കേസുമുണ്ട്. വീഡിയോകളുമായിട്ട് പിടിക്കപ്പെട്ടവരും പിന്നീട് രാഷ്ട്രീയത്തിൽ ഇത് അങ്ങനെയുള്ള ഒരു വീഡിയോ അല്ലല്ലോ. ഷേവിയർ നമ്പൂതിരി, താങ്കൾക്ക് അറിയാവുന്നതുപോലെ ഇതിന്റെ ക്ലിപ്പിങ്ങിന്റെ എണ്ണം എന്ന് പറയുന്നത് ലോകത്ത് നമ്മൾ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ JDS പോലും ഇതിനെ ന്യായീകരിക്കാനോ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധം തീർക്കാനോ പോലും ശ്രമിക്കുന്നില്ല എന്ന് നമ്മൾ കാണണം. അവർ പെട്ടെന്ന് പ്രജ്വലിനെ മാത്രമല്ല രേവണ്ണയെ പോലും തള്ളിപ്പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എണ്ണം എന്ന് പറയുന്നത് മാത്രമല്ല, ആ വീഡിയോയിൽ ലൈംഗികാതിക്രമം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനെ ധാർമ്മികമായി BJP ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. BJPയുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളൊന്നുമല്ല രേവണ്ണയോ അല്ലെങ്കിൽ പ്രജ്വലോ. പക്ഷേ ഇത് ഒരു സംസ്ഥാന നേതാവ് വിജയേന്ദ്രയെ അറിയിക്കുന്നു. ഇത് നമുക്കെതിരെ ബ്രഹ്മാസ്ത്രമായി ഉപയോഗിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമെന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോളിങ്ങിന് 5 ദിവസം മുമ്പ് ഈ USB ഡ്രൈവുകൾ വിവിധ ഇടങ്ങളിൽ ആരൊക്കെയോ കൊണ്ടുവെക്കുന്നു. കോൺഗ്രസ് ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ധാർമ്മികമായി BJPയുടെ ഉത്തരവാദിത്തത്തെ നമുക്ക് തള്ളിപ്പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ BJPക്ക് ഉത്തരവാദിത്തം ഇല്ല എന്ന് പറയാൻ കഴിയുമോ?
ഉത്തരവാദിത്വമുണ്ട്, വലിയ ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ ആ ഉത്തരവാദിത്വം കൊണ്ട് ബി ജെ പിയെ പിൻ പോയിന്റ് ചെയ്ത് ബി ജെ പിക്ക് അതുകൊണ്ടൊരു പ്രൈസ് കൊടുക്കാത്ത രീതി അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. കാരണം ഇനി വരാൻ പോകുന്നത് 14 മണ്ഡലങ്ങളാണ്. ആ 14 മണ്ഡലങ്ങളിലും ഇലക്ഷന്റെ ഇഷ്യൂസ് വളരെ വ്യത്യാസമുള്ള ഇഷ്യൂസ് ആണ്. ഇങ്ങനെ ഒരു കാര്യം അവിടെ കർണാടകത്തിലെ ഉള്ള ഇലക്ഷനെ കുറിച്ചുള്ള എന്റെ റീഡിംഗ് അനുസരിച്ചാണെങ്കിൽ ഇത് കുറച്ചു പേർക്കൊക്കെ കുറച്ച് അതിന്റെ ഒരു ധാർമ്മികമായിട്ടുള്ള പ്രശ്നം വെച്ചുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ട എന്ന് വിചാരിക്കാം. പക്ഷെ ജെ ഡി എസിന്റെ തന്നെ ഒരു സ്ഥാനാർത്ഥിയും ഇല്ല ഇനി വരാൻ പോകുന്ന 14 മണ്ഡലങ്ങളിൽ. ഇത് മുഴുവൻ ാണ്. ജെ ഡി എസ് തന്നെയാണെങ്കിൽ തള്ളി പറഞ്ഞു കഴിഞ്ഞു. കുമാരസ്വാമി Debate with MV Nikesh Kumar.